A very good morning, dear students. So, I welcome you all to our 5th class, and we are almost in the last part of the 10th chapter, and we will start with a small portion in the 11th chapter. Okay, അങ്ങനെ 10th chapter നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു പോർഷൻ 11th ചാപ്റ്ററിനും നമ്മളിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. So far what we were discussing in our classes, മെയിനായിട്ട് സ്ട്രാറ്റജി, ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് മൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. Okay, in this chapter we almost are expecting the essay questions from the last topics discussed in last 4 classes. So a topic which is decided in today's class is least important and which is essential for the business, and it is asked in very short answer part. നമുക്ക് പാർട്ട് എയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ അനാലിസിസ്. അത് നമ്മൾ കൃത്യമായിട്ട് എന്തിനാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനലൈസിങ് ദ മാർക്കറ്റ്സ്, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ സ്റ്റേജുകളിലും വരുത്തുന്ന ചില അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഒരു വാല്യൂ ചെയിനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ്, റിസ്ക്സ് ഇൻവോൾവ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. എന്തൊക്കെ തരം റിസ്ക്കുകളാണ് നമ്മളറിയാതെ ഇൻ്റർനാഷണൽ ട്രേഡുകളിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ ഐ തിങ്ക് യു ആർ ഓൾമോസ്റ്റ് അവെയർ ഓഫ് ദാറ്റ്. And one more question is the factors influencing international business locations. അതും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഓരോ കൺട്രിയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ബിസിനസ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിന് 3 എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3 എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മുടെ ലൊക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, സെക്കൻഡ് തിങ് ഇസ് നമ്മുടെ റിസ്ക്കുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്, ആൻഡ് തേർഡ് വൺ ഇസ് പോർട്ടേഴ്സ് വാല്യൂ ചെയിൻ. അത് കുറച്ചും കൂടിയും ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യനും കുറച്ചും കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ വിത്ത് ടുഡേയ്സ് ടോപ്പിക്, കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, CBA കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൽ വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്, ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് അനാലിസിസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പ്രൊജക്റ്റ് ഈസ് ഫിനാൻഷ്യലി ഫീസിബിൾ ഓർ നോട്ട്. വാട്ട് ഡു യു മീൻ ബൈ ദ വേർഡ് ഫീസിബിൾ? നമ്മൾ കേട്ടിട്ടുണ്ടാവണമല്ലോ അല്ലേ? നമ്മുടെ EDPയിൽ നമ്മൾ BComൽ പഠിക്കുന്ന സമയത്ത് EDPയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഫീസിബിലിറ്റി, വയബിലിറ്റി. ഓർമ്മയിൽ വരുന്നുണ്ടോ? ദാറ്റ് ഈസ് വെദർ വി ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ദി പ്രൊജക്റ്റ്, ഈ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ എന്താ പറയുക, UG സ്റ്റുഡൻസിനെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കൊടുക്കാറുണ്ട്. നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും കൂടി ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവർ 2 പശുക്കളെ മേടിക്കും. ഒരു ദിവസം 15 ലിറ്റർ മിനിമം പാല് തരുന്ന 2 പശുക്കളിനെ അവർ മേടിക്കും. ഓക്കെ,
എന്നിട്ട് അന്നത്തെ ദിവസം അവർ ഉറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അവർ മിണ്ടാതെ കിടന്ന് ഉറങ്ങല്ല. ആ പശു അവിടെ വിശന്നിട്ട് കരയുമ്പോൾ ഇവർക്ക് അതിൻ്റെ വിശപ്പല്ല മനസ്സിലാവുന്നത്. അതായത് ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴങ്ങുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. So on the first day itself, what they were planning is, they were planning about their future. ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന നാളുകൾ അവരുടേത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അവരുടെ സ്വപ്നം അതിൽ പറയുന്നത്. സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങണം. ഇത് ഉറങ്ങുന്ന സ്വപ്നമല്ല, അത് ഉറങ്ങിയിട്ട് കാണുന്നൊരു സ്വപ്നമല്ല. അവർ തമ്മിലുള്ള ഒരു ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ഒരു ദിവസം ഒരു നേരം നമുക്കത് 15 ലിറ്റർ മിനിമം തരാണെന്നുണ്ടെങ്കിൽ പോലും കാലത്ത് 30 ലിറ്റർ, വൈകിട്ട് 30 ലിറ്റർ, ഒരു ദിവസം 60 ലിറ്റർ പാലാണ് അവർ സെയിൽ ചെയ്യാനായിട്ട് പോണത് അല്ലേ? ഇങ്ങനെ ഒരു ആഴ്ചയിൽ എത്ര വരും, ഒരു മാസത്തിൽ എത്ര വരും എന്നൊക്കെയാണ് അവരുടെ ചിന്തകൾ. അതോടുകൂടിയിട്ട് അവർ കോടീശ്വരന്മാരായി കഴിഞ്ഞു. അവർ ഇനി എത്താത്ത സ്വപ്ന ലോകങ്ങളില്ല എന്നുള്ളതാണ്. So that is not the way to measure a business. That is not the way to measure the feasibility of a business. And that is not the way to measure the viability of the business. അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻറ്റ്, നമ്മൾ ഈ പറഞ്ഞ കഥയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ബാക്കിയുള്ള കഥകൾ പറയും അല്ലേ? അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒരു ദിവാൻ സ്വപ്നമല്ല നമ്മൾ കാണേണ്ടത്. ശരിക്കും ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, ഈസ് ഇറ്റ് വൈസ് to go forward with the new business plan? So what are all the things to be considered എന്നുള്ളതാണ്. First thing is, cost benefit analysis will help you to determine the feasibility of the project, whether you can go forward with the project. അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫീസിബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? what are all the costs involved in that particular business? What are all the things which you are going to get as a revenue? And from that revenue, the cost which are going to incur is subtracted, and finally you will get the value as profit. And that leads you to take the decision whether to go on with the project or not, whether it is financially viable or not, whether it is feasible or not. That is the first point which we discuss over here, to determine whether the project is financially feasible. And second one is, what they are actually doing is, the benefits of a business, that is what you are going to reap in future, is summed up. Okay, അത് നമ്മൾ ആഡ് ചെയ്യാണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ആണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോഫിറ്റ്സ്, നമ്മുടെ നേട്ടങ്ങൾ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യാണ്. ആൻഡ് ദെൻ ദ കോസ്റ്റ്, ആ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ നേരിടാവുന്ന കോസ്റ്റുകൾ, ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. വാട്ട് ആർ ഓൾ ദി എക്സ്പെൻസസ് വിച്ച് വി ആർ ഗോയിങ് ടു ഇൻകർ ഓർ വിച്ച് വി ആർ ഗോയിങ് ടു ഫേസ്? ആ ഒരു കാര്യമാണ് നമ്മളിതിൽ മൈനസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് സം വാല്യൂ, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വാല്യൂ വി ക്യാൻ ഡിസൈഡ് വെദർ വി ക്യാൻ മൂവ് ഫോർവേഡ് വിത്ത് ദി ബിസിനസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് തേർഡ് വൺ ഇസ്, ഇറ്റ്സ് നോട്ട് സോ ഈസി ടു മെഷർ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വേർ യു ഹാവ് ഹേർഡ് ഇറ്റ്? യു വുഡ് ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദി ഇക്കണോമിക്സ്. ഫസ്റ്റ് സെമസ്റ്റർ മാനേജീരിയൽ എക്കണോമിക്സിലെ വെരി ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് ഈസ് ഗിവൻ അപ്പ്, ദ ഫോർഗോൺ കോസ്റ്റ്, that is known as opportunity cost.
നമ്മൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് വരും. One option is to take up the building which offers you all the facility. Second option is to build such a building. 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന്, ഒരു ബിൽഡിംഗ് നമുക്ക് സെയിലിന് റെഡിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. സെക്കൻഡ് തിങ് ഈസ് പ്ലോട്ട് മാത്രമേ നമുക്കുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ബിൽഡിംഗ് നമ്മളതുമേ പണിതുയർത്തണം. ഓക്കെ, സോ യു ആർ ഹാവിങ് 2 പോയിൻറ്റ്സ്. ഇതിനും എനിക്ക് പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അൾട്രാടെക്കിൻ്റെ ഒരു അടിപൊളി പരസ്യമുണ്ട്. അൾട്രാടെക് ബൈൻഡിങ് പാർട്ടിക്കിൾസ്, അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു മകൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് അച്ഛനും മകനും കൂടി സ്ഥലം കാണാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് സ്ഥലം കാണാൻ മോനെ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, അപ്പോൾ അവരങ്ങനെ സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്ഥലം കാണുന്ന സമയത്ത് അവരൊരു ചായ കുടിക്കാനായിട്ട് ഒരുങ്ങാണ്. അവർ ആ സ്ഥലം കാണിച്ചു തരുന്ന ആൾ ഒരു ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് അവർ എന്തോ സംസാരിക്കാനായിട്ട് അവർ ആ കപ്പും സോസറും അവരവിടെ വെക്കുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം എ ട്രെയിൻ മൂവ്സ് ബൈ ആൻഡ് ദ കപ്പ് ആൻഡ് സോസർ which the tea is served is shattered. ഓക്കെ, അതിനെ ഭയങ്കര കുലുക്കം അവിടെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. So the father says it is not advisable to build a building in such a place. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ബിൽഡിംഗ് പണിയണ്ട. Better you can select some other option. സോ ഈ പ്ലേസ് നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ കാര്യം നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവിടെ ഈ പരസ്യത്തിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരികയാണ്. അൾട്രാ സിമെൻറ്റ് കൊണ്ട് നിങ്ങൾ പണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബിൽഡിങ്ങിന് ഒരു ഷെയ്ക്കും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ് അവരുടെ വാദം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സീൻ ആഫ്റ്റർ ദാറ്റ്, അതാണ് നമ്മുടെ ട്രോളേഴ്സ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആ പരസ്യം അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അവരെന്ത് ചെയ്യാണ്, അൾട്രാടെക് സിമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരൊരു ബിൽഡിംഗ് പണിയാണ്. അവിടെ എത്ര ട്രെയിൻ പോയാലും ആ ബിൽഡിങ്ങിന് ഒരു അനക്കം പോലും അവിടെ സംഭവിക്കുന്നില്ല. ദ തിങ് വിച്ച് ഹാസ് ഫൊഗോട്ടൻ, അവിടെ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അവരിതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ സൗണ്ട് പ്രൂഫ്. അതാണ് ഞാൻ പറഞ്ഞ പിന്നീടുള്ള കഥ നമ്മുടെ ട്രോളേഴ്സ് പറയുമെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒട്ടും മോശമില്ല നമ്മുടെ കേരളത്തിലുള്ള ട്രോളേഴ്സ് അല്ലേ? അവരെ ഇറക്കുന്ന ട്രോൾ വീഡിയോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിങ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റീതിങ്ക് ചെയ്യാനും നമ്മൾ തിങ്ക് ചെയ്യാനും ഒക്കെ ഒരു വഴി കൊടുക്കുന്നതാണ് ട്രോളേഴ്സിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ് ഇസ്, അവിടെ അച്ഛനും മകനും വീട് പണിതതിന് ശേഷം അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ് ട്രോളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മകൻ പറയാണ് 12 മണിയായി, അപ്പോൾ ഇന്ന ട്രെയിനാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മകനെ ഉറങ്ങാൻ വരട്ടെ, 4 മണിക്ക് ഒരു ട്രെയിനും കൂടി ഉണ്ട്, അതുകൂടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. പിന്നെ ഉച്ചയ്ക്കുള്ളൂ, പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അന്ന് ട്രെയിൻ പോകുന്നുള്ളൂ, അപ്പോൾ അത്രയും നേരം നമുക്ക് കിടന്നുറങ്ങാം എന്നുള്ളത്. അതായത് അവിടെ ദാറ്റ് ഈസ് ദേ ക്യാൻ ബിൽഡ് എ ബിൽഡിംഗ് ബട്ട് ദേ വർ അൺഏബിൾ ടു പ്രൊട്ടക്ട് ദ നോയ്സ്. സോ ആ പരസ്യത്തിൽ തന്നെ വൺ മോർ തിങ് ക്യാൻ ബി കമ്പൈൻഡ്, അതായത് സൗണ്ട് പ്രൂഫും കൂടി ഉള്ള ബിൽഡിംഗ് ആയിരിക്കണം. സൗണ്ട് പ്രൂഫ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഗ്ലാസ് ഡോർസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാക്സിമം ഗ്ലാസ് ഡോറുകളായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് അകത്തേക്ക് ഒരു തരത്തിലും നമുക്ക് സൗണ്ട് എൻറ്റർ തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫ് ആൻഡ് ഓൾസോ. അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ തിങ്ക് ആൻഡ് റീതിങ്ക്
സോ ഇതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് നമുക്ക് വരുന്നത്, വി ആർ ഹാവിങ് എ പ്ലോട്ട് നിയർ ബൈ ദി റെയിൽവേ ട്രാക്ക്. സോ വി ക്യാൻ build a beautiful house in that plot, or we can move to apartments in the city. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സിറ്റിയിലേക്ക്, ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് നമ്മുടെ താമസം വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് നല്ലൊരു വീട് നമുക്ക് പണിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ യു ആർ ഹാവിങ് 2 ഓപ്ഷൻസ് ഓവർ ഹിയർ. So when you leave it off, that is, നമ്മൾ എന്താ പറയുക, ഫ്ലാറ്റിൽ പോയിട്ട് അപ്പാർട്ട്മെൻറ്റ്സിൽ പോയിട്ട് താമസിക്കുന്ന രീതി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വേണ്ട, നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്ന് ശബ്ദമുയർത്തി സംസാരിക്കാനോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് സാധിക്കില്ല. ഒരു ചെറിയൊരു സ്പേസിൻ്റെ ഉള്ളിൽ നമ്മൾ കെട്ടിയിട്ട പോലെയാവും. നമുക്കത് വേണ്ട. സോ ബെറ്റർ വിൽ മൂവ് ഓൺ ടു എ small and beautiful house at our own place, and we can consider these 2 things, that is, നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഷേക്കും അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫുമുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വീട് നമുക്കവിടെ പണിയാനായിട്ട് സാധിക്കും. സോ വി ആർ ലീവിങ് ഓഫ് ഏത് അപ്പാർട്ട്മെൻറ്റിലുള്ള താമസം എന്ന് പറയുന്നത് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് അവർ ഫോർഗോൺ കോസ്റ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഇവിടെയും ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്വന്തം ബിൽഡിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ ഓഫർ ചെയ്യുന്ന ബിൽഡിങ്ങോ അറ്റ് റെൻറ്റിന് നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, മറ്റ് പല എല്ലാ ഫെസിലിറ്റീസും ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഡിസ്കസ്ഡ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ദ മെഷറബിൾ ഫിനാൻഷ്യൽ മെട്രിക്സ്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് വ്യത്യാസം വരുന്നത്? ഒരു ബിൽഡിംഗ് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ പെർ ഇയർ നമ്മൾ എത്രയാണ് അവർക്ക് അടയ്ക്കേണ്ടി വരുന്നത്, എത്രയാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നൊരു എമൗണ്ട്. നമ്മുടെ കയ്യിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് സ്മോൾ റിനോവേഷൻ വർക്ക്സ് വി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്ന് നമ്മൾ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ടേംസിൽ നമുക്ക് ശരിക്കും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി, ദാറ്റ് ഈസ് CBAയിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് what are the cost involved in CBA എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ കോസ്റ്റിൽ വരുന്നത് ഒന്ന് ഡയറക്റ്റ് കോസ്റ്റാണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് വൺ ഇസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇൻടാഞ്ചിബിൾ കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ആൻഡ് ലാസ്റ്റ് കോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ റിസ്ക്. ഓക്കെ, സോ ഇതിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഫാക്ചറിങ്, ലേബർ, ഇൻവെൻട്രി എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്കതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി, മെറ്റീരിയൽ ഓവർഹെഡ്, അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും നമുക്കതിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് അബൌട്ട് ഇൻടാഞ്ചിബിൾ കോസ്റ്റ്. ഇൻടാഞ്ചിബിൾ കോസ്റ്റിൽ കസ്റ്റമർ ഇമ്പാക്റ്റ് ഓഫ് പെർസ്യൂയിങ് ന്യൂ പ്രൊജക്റ്റ്. ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കതിൽ ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ്? ആൻഡ് ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എ മാനുഫാക്ചറിങ് പ്ലാന്റ്, ഡെലിവറി ഡിലേസ് ഓഫ് പ്രോഡക്റ്റ്, എംപ്ലോയി ഇമ്പാക്റ്റ്. അതായത് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡെലിവറിയിൽ വരുന്ന ഡിലേസോ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ചിലപ്പോൾ ചില എക്സ്ട്രാ കോസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, നമുക്ക് പല കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോഴും പല വെയർ ഹൗസുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. വൈ ഇറ്റ് ഈസ് സോ എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് ദി പാൻഡമിക് അല്ലേ. നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ പോലും ആൾക്കാർക്ക് ഡിസ്പ്ലേക്ക് പോലും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴേക്കും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നു. നൗ ഓൺലി ഇറ്റ് ഈസ് ഓപ്പൺ.
നമ്മളിപ്പോഴാണ് എന്താ പറയുക, ചെറിയ രീതിയിലൊക്കെ നമ്മൾ കടകളൊക്കെ തുറന്ന് ആൾക്കാരൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദാറ്റ്സ് സിറ്റുവേഷൻ വിച്ച് ഈസ് പ്രിവെയിലിംഗ് നൗ. സോ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് വരാവുന്ന കോസ്റ്റുകളാണ് ഇൻടാഞ്ചിബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വാട്ട് വി ഹാവ് ടോൾഡ്, വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് few minutes before. Okay, and then is cost of potential risk. Potential risk എന്ന് പറഞ്ഞാൽ എന്തായാലും റിസ്കുകൾ സംഭവിക്കും. വി ആർ എക്സ്പെക്റ്റിംഗ് ദാറ്റ്. സോ അതിൽ റെഗുലേറ്ററി റിസ്കുകളായിരിക്കാം, കോമ്പറ്റീഷൻ ആയിരിക്കാം, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റുകളായിരിക്കാം. ഓക്കെ, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മളിനെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തേക്കാം. സോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, നൗ വി വിൽ സീ the key CBA indicators. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഇതിൻ്റെ വാല്യൂസൊക്കെ മെഷർ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒന്ന് NPV, ദാറ്റ് ഈസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓർ വാട്ട് ഈസ് ദ പ്രസൻറ്റ് എമൗണ്ട് വിച്ച് വി ക്യാൻ എക്സ്പെക്റ്റ് ആസ് എ റിട്ടേൺ നൗ ആൻഡ് വാട്ട് ഈസ് ദ റിട്ടേൺ എക്സ്പെക്റ്റഡ് ആഫ്റ്റർ 10 years. അപ്പോൾ ഇപ്പോഴത്തെ രീതി തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 years കഴിയുമ്പോൾ റുപ്പിയുടെ വാല്യൂ എവിടെയാണ്? സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി റുപ്പി ആഫ്റ്റർ 10 years? So is it wise to invest today or tomorrow? ഇന്നാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്, 10 വർഷം കഴിഞ്ഞിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത്? കാരണം വി ക്യാൻ ക്ലിയർലി, വെരി ക്ലിയർലി വി ക്യാൻ കമ്പയർ. ഓക്കെ, ആൻഡ് ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ്. നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് വി ആർ ഗോയിങ് ടു റീപ്പ് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. ഇന്നൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലക്ഷം വരും? 5 വർഷം 10 വർഷം കഴിഞ്ഞ് വരാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസാണ് വരാൻ? വി ആർ വെരി ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ഇൻക്രീസ് എ കോസ്റ്റ്. ഇപ്പം നമുക്കൊരു 15 ലക്ഷത്തിനൊരു ചെറിയൊരു വീട് പണിയാമെന്നുണ്ടെങ്കിൽ വെരി വെരി സ്മോൾ ഹൗസ്, സാധാരണ ഒരു എന്താ പറയുക ലോവർ ദാൻ എ മിഡിൽ ക്ലാസ്, അവർക്കാണ് ഞാൻ പറയുന്നത്. ഒരു 15 ലക്ഷത്തിൽ ചെറിയൊരു വീട് പണിയാമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വീട് 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പണിയാണെന്നുണ്ടെങ്കിൽ അത് 20 ലക്ഷത്തിലേക്ക് എത്താനായിട്ട് അതിൻ്റെ കോസ്റ്റ് എത്തുമെന്നുള്ളതാണ്. പിന്നെ നമ്മളതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിനെ റിലേറ്റ് ചെയ്തൊക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്താമെന്ന് അല്ലാതെയും നമുക്കൊരു വലിയൊരു ഡിഫറൻസ് നമുക്കതിൽ വരുത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം തന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഹാവ് ഗോൺ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഏത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പോൾ പലരും വീടുകൾക്ക് പോലും ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഡോർ, ദാറ്റ് ഈസ് മരത്തോണ്ടുള്ള വാതിലുകളും കട്ടിലകളും ഒക്കെ നമ്മൾ വയ്ക്കാറുണ്ട് അല്ലേ, ഫ്രെയിംസൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്. പക്ഷേ വാട്ട് ആർ ദ പീപ്പിൾ ആർ ഡൂയിങ് നൗ ഈസ് സ്റ്റീൽ കൊണ്ടുള്ള കട്ടിലകളും ജനലകളുമാണ് ഇന്ന് ഏറ്റവും മൂവബിളായിട്ട് വരുന്നത്. അതിന് ഭയങ്കര വെൻ യു കമ്പയർ വിത്ത് ദി കോസ്റ്റ്, നമ്മൾ തേക്കും മറ്റേതും വീട്ടിയും ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ പോകുന്നതിനേക്കാളും വളരെ കോസ്റ്റ് കുറവാണ്, മെയിൻ്റെനൻസും വളരെ എളുപ്പമാണ്. സോ പീപ്പിൾ ആർ തിങ്കിങ് ഇൻ സച്ച് എ വേ, നമുക്ക് എങ്ങനെ ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് ഏറ്റവും കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട്, ഒരു വീട് പണിയാനായിട്ട്, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ദെൻ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, നെറ്റ് ബെനിഫിറ്റ്. നെറ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ ബെനിഫിറ്റ്സ് നിന്ന് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ബെനിഫിറ്റ്സ്. അതേപോലെ തന്നെ NPV ഡിവൈഡഡ് ബൈ K എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഫണ്ട്സ് അവൈലബിൾ. നമുക്ക് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സിന് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ടിന് ഇത്ര വാല്യൂ എന്നുള്ള നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസിലി വി ക്യാൻ കമ്പയർ ഇറ്റ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട്
we actually need it. So cost benefit analysis എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? Ultimately to know whether the project is ഫിനാൻഷ്യലി ഫീസിബിൾ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നൗ അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇതൊരു 2 മാർക്സിൽ പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്റർ 10 നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് വി ആർ മൂവിങ് ടു ദ ന്യൂ ചാപ്റ്റർ. ന്യൂ ചാപ്റ്റർ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്? ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ്. അതായത് ഇത്രയും നാൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. സോ വി ആർ പ്ലാനിങ് ടു ഗോ ഇൻ്റർനാഷണലി. അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇൻ്റർനാഷണൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഇൻ്റർനാഷണൽ ബിസിനസ് ഇതിലേക്ക് കടക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ ചാപ്റ്റർ 11 ഡീൽസ് വിത്ത് ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ്. ദാറ്റ് ഈസ് എ കമ്പനി ഈസ് ഗോയിങ് ടു എൻറ്റർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. നാഷണൽ മാർക്കറ്റിൽ നിന്ന് അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവാണ്. സോ കമ്പനീസ് ആർ എക്സ്പാൻഡിങ്. ചിലപ്പം ചെറിയ ഒരു പ്ലേസ് ആയിരിക്കാം, ചെറിയൊരു കൺട്രി ആയിരിക്കാം. ആ കൺട്രിയിൽ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ്സ് എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് ഏറ്റവും കൂടുതൽ അവർ കാലെടുത്ത് വയ്ക്കാൻ കാരണം? അവർക്ക് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ദേ ഹാവ് ഓൺലി എ വെരി സ്മോൾ പോർഷൻ. സോ അവർക്ക് അവരെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ കണ്ടെത്തുന്ന സ്ഥലം ഏതാണ്? മറ്റ് പല രാജ്യങ്ങൾ എത്തിച്ചേരുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ആണ്. സോ നൗ വിൽ സീ what are the reasons for entering international markets. ഒരു ദിവസം നമ്മൾ കണ്ട സ്വപ്നമായിരിക്കും പിറ്റേ ദിവസം നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. വർഷങ്ങളുടെ ഹാർഡ് വർക്ക് നമുക്ക് അതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത്രമാത്രം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം തുടങ്ങുമ്പോൾ തന്നെ എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ. Okay, now we will see what are the reasons for entering international markets. We are having 9 points. We'll see one by one. Clear? First one is about domestic market constraints. Second one is government policies and regulations. Third one is growth of overseas markets. Fourth one is reduced cost. Fifth one is increased productivity. Sixth one is relative profitability. Seventh is diversification to reduce risk. Eighth one is control inflation and price rise. And last one is strategic vision. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസ്. ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസിൽ വരുന്നത് നാഷണൽ ബൗണ്ടറീസിൻ്റെ ബിയോണ്ട് വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ്. ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ് ഇത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് കൺസ്ട്രെയിൻസ് എന്തൊക്കെ വരാം? ആ ഡൊമസ്റ്റിക് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഇഫ് ദി സൈസ് ഓഫ് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ഈസ് വെരി സ്മോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പല ഓപ്ഷൻസ് ചിന്തിക്കാം. സേ ഫോർ എക്സാമ്പിൾ, യു ഓൾ നോ അബൌട്ട് ദ പ്രോഡക്റ്റ് ഫ്രം ജപ്പാൻ. ജപ്പാനിന് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ് വേൾഡിൻ്റെ പല ഭാഗത്തും അവൈലബിളാണ്.
നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലേ. ജപ്പാൻ എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ജപ്പാനിനെ കഴിഞ്ഞേ ഉള്ളൂ. ഒരു ചെറിയ സാധനത്തിന് എന്ത് രസകരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ എത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതും ലോങ് ലാസ്റ്റിംഗ്, അതാണ് ജപ്പാൻ ടെക്നോളജി എന്ന് പറയുന്നത്. വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ചൈന ടെക്നോളജി, ചൈനയ്ക്കും ഇഷ്ടംപോലെ അവരുടെ ടെക്നോളജി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് അവരുടെ ഡെവലപ്മെൻറ്റ്സ്. കാരണം അവരുടെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ തിക്ലി പോപ്പുലേറ്റഡ്, ഫസ്റ്റ് തിങ്. പിന്നെ എല്ലാവർക്കും വിശാലമായിട്ട് 1-2 ഏക്കറൊന്നുമില്ല താമസിക്കാനായിട്ട്. എ ഫ്യൂ സെൻസ് അത്രയേ ഉള്ളൂ സ്ഥലം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഒതുങ്ങിക്കൂടണം എന്നുള്ളതാണ്. ഇപ്പം വെൻ യു think the countries, when you go, if you have chance to go to China and if you have chance to go to Singapore, നമുക്കവിടെ കാണാൻ പറ്റാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇൻഡിവിജ്വൽ ഹൗസസിനേക്കാളും കൂടുതൽ പാർക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ താമസിക്കാൻ അവർ ഉപയോഗിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. വൈ ഇറ്റ് ഈസ് സോ? കാരണം ബാക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ്റിന് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നമുക്കൊരു ചെറിയൊരു സ്പേസേ വേണ്ടൂ. ഉള്ളത് മുഴുവൻ വീടിന് വേണ്ടി നഷ്ടപ്പെടുത്താനായിട്ട് അവിടെയുള്ള ആൾക്കാർ തയ്യാറാവുന്നില്ല. ദാറ്റ്സ് എ വൺ ഇമ്പോർട്ടൻറ്റ് ഫോർമോസ്റ്റ് തിങ്. ഉള്ളത് മുഴുവൻ, ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മരിച്ചാൽ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത, കയ്യിൽ ഒതുക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വീടിൻ്റെ പേരിലാവരുത്. വാട്ട് ഷുഡ് ബി their assets? അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക്, അവർ ഏൺ ചെയ്യുന്ന ഗുഡ് വിൽ, ദാറ്റ് ഈസ് വാട്ട് they are going to take with them when they are no more. അത് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കോടികൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിന് പകരം അവരുടെ താമസം എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ സ്പേസിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഒതുക്കാണ്. നിങ്ങൾ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ the ground floor, first floor, second floor and third floor will be allotted for parking your vehicles. നിങ്ങളുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളാണ് 1 മുതൽ 5 വരയ്ക്കുമുള്ള ഫ്ലോറുകൾ. ദാറ്റ് ഈസ് ഗ്രൗണ്ട് ഫ്ലോർ. അത് അല്ലാന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് തൊട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ 5 നിലകളിലാണ് പാർക്കിംഗ് തന്നെ അവർ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ മീതെയാണ് നമ്മൾ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാത്തിനും അവരുടെ സൗകര്യങ്ങൾ, അതേപോലെ ഒട്ടും തന്നെ ഗ്രീനറിക്ക് ഒരു കുറവും അവർ വരുത്തുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്പേസൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ആൻഡ് ഗവൺമെൻറ് ഈസ് യൂട്ടിലൈസിങ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി ആൻഡ് എക്കണോമിക്കലി ആൻഡ് ബെനിഫിഷ്യലി ഓൾസോ. സോ അവിടുന്ന് എങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമുക്കൊക്കെ മെട്രോ എപ്പോഴാണ് വന്നത്? ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് മെട്രോ ഉണ്ട് അവിടെ. ദേ നോ ഹൗ ടു ബിഹേവ് ഇൻ ദി സൊസൈറ്റി. ദേ നോ ഹൗ ടു കീപ് ക്ലീൻ ദെയർ എൻവയൺമെൻറ്റ്. ഇത്രയും ലിറ്ററസി റേറ്റ് ഉണ്ടായിട്ട് പോലും വി പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു maintain the surroundings. Alle, so I think I'm not going away from the topic. Okay, so അവരുടെ ദാറ്റ് ഈസ് ജപ്പാൻ ടെക്നോളജി എന്ന് പറയുന്ന അവരുടെ മൊബൈൽ ഫോൺസ് ആയാലും ഇലക്ട്രോണിക് ടേപ്പ് റെക്കോർഡർ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഭംഗിയായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒന്നിനും ഒരു കുറവ് വരുന്നില്ല. ജപ്പാൻ ടെക്നോളജി ആണോ ദ ബെസ്റ്റ്? സോണി ദ ബെസ്റ്റ് അല്ലേ? നമ്മൾ പലപ്പോഴും പല ടെക്നോളജിയിലും നമുക്ക് വരുന്ന മാറ്റങ്ങൾ അതാണ്. ഇന്നൊക്കെ ബാക്കിയുള്ള നാടുകളും ഒക്കെ ഡെവലപ്പായി കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ ഈ ജപ്പാനിനെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഒന്ന് പിടിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ, ജപ്പാൻ ഈസ് എ വെരി സ്മോൾ സ്പേസ് ആൻഡ് ദേ ഡോണ്ട് ഹാവ് സച്ച് എ ബിഗ് മാർക്കറ്റ്. അവർ കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ, അവർ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അവരുടെ മാർക്കറ്റിൽ അവർക്ക് അതെല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും ആ സംഭവങ്ങളൊക്കെ. ഓക്കെ, മറ്റ് പല രാജ്യങ്ങളാണ്, ആ മാർക്കറ്റുകളാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് അവർക്ക് ഏറ്റവും ചുരുങ്ങിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും ബിയോണ്ട് ബൗണ്ടറീസ് അവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വരുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഡ്യൂ ടു റിസിഷൻ കൊണ്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ചിലപ്പോൾ ചാൻസസ് കുറവായിരിക്കും. അതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ റിസിഷൻ പീരീഡിലേക്ക് കടക്കുകയാണ് അല്ലേ? കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു, കമ്പനീസ് ഇല്ല, ബിസിനസ്സുകളൊക്കെ വളരെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. റിസിഷൻ പീരീഡ് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് നേരെ വരണമെങ്കിൽ എത്ര നാളെടുക്കും? അപ്പോഴേക്കും അടുത്ത വേവ് വരും, നമ്മൾ വീണ്ടും അടച്ചുപൂട്ടി വീടിനകത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ വെൻ വിൽ ദിസ് കം ടു ആൻ എൻഡ്? നമുക്കറിയില്ല. അപ്പോൾ റിസിഷൻ പീരിയഡിൽ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് പോസിബിലിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദി അതർ markets which is beyond our boundaries. Okay, and then the third one is the market for a number of products tend to saturate or decline in the advanced countries. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത് റേറ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കാം. ലെബനൻ, ഇസ്രായേൽ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത് റേറ്റ് ഈസ് വെരി വെരി ലോ. Most of the people don't have family. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? അച്ഛൻ, അമ്മ, മക്കൾ അല്ലേ? ആ മക്കളില്ലാത്ത ദമ്പതിമാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഏതിന് ബേബി പ്രോഡക്ട്സിന് സ്കോപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ? മക്കളില്ലാത്തടത്ത് മക്കളുടെ സാധനങ്ങൾ വിറ്റിട്ട് എന്താ കാര്യം? സോ ദേ ഫൈൻഡ് the market out from their boundary. അപ്പോൾ അവരുടെ പ്ലേസിൽ അവർക്ക് അതിന് ഓപ്ഷൻ ഇല്ല, മാർക്കറ്റ് ഒട്ടും തന്നെ ഇല്ല. സോ ദേ ആർ ഫൈൻഡിങ് ദി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ബിയോണ്ട് ദി ബൗണ്ടറീസ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് another type of domestic market constraint arises from the scale of economies. എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എക്കണോമീസ് ആൻഡ് ഡിസെക്കണോമീസ് അല്ലേ? വെൻ എ കമ്പനി പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് ഇറ്റ് ഈസ് ഗെറ്റ് എക്സ്പാൻഡഡ്. അപ്പോൾ എല്ലാ സ്റ്റേജിലും വരുന്ന മാറ്റങ്ങൾ, ഓരോ സ്റ്റേജിലും വരുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഓൾ ദോസ് തിങ്സ് ആർ കൗണ്ടഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്കണോമീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ബൗണ്ടറീസ്, അപ്പാർട്ട് ഫ്രം ദി ബൗണ്ടറീസ് നമുക്ക് പല ഇൻ്റർനാഷണൽ മാർക്കറ്റ്സും ചിലപ്പോൾ സെലക്ട് ചെയ്തേക്കാം. ഏതിൻ്റെ ഭാഗമായിട്ട്? ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട്, കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ മാർക്കറ്റ്സ് കണ്ടെത്തുന്നതായിരിക്കാം. ഓക്കെ, ആൻഡ് അനദർ കൺസ്ട്രെയിൻറ്റ് ഈസ് ഗ്രോത്ത് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് causes the growth in demand for some products. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് അനുസരിച്ച് ചില പ്രോഡക്റ്റുകളിൽ വരുന്ന ഗ്രോത്ത് ഉണ്ടായേക്കാം. അപ്പോൾ ആ ഗ്രോത്തിന് പല പ്രോഡക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർനാഷണലൈസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് കൺസ്ട്രെയിൻസ്. ഒന്ന്, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ചെറുതായതുകൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട്, എക്കണോമീസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഉണ്ടാകുന്ന ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മളും ആ പ്രോഡക്റ്റിൻ്റെ കാര്യം ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ചില പ്രോഡക്റ്റുകൾ ചില മാർക്കറ്റ്സിൽ ഒട്ടും തന്നെ ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടും മറ്റ് പല രാജ്യങ്ങളിൽ അതിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് യൂസ് ചെയ്തേക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ the second point is government policies and regulations.
ഗവൺമെൻറ് പോളിസീസും റെഗുലേഷൻസിലും വരുന്ന മാറ്റങ്ങൾ. ഗവൺമെൻറ് മേ ഇമ്പോസ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് on further growth and capacity expansion of some firms in the domestic market in order to achieve certain social expansion of some firms in the domestic market objectives എന്നുള്ളത്. Many governments give a number of incentives and other positive support to domestic companies to export and invest in foreign companies. അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന ലിബറലൈസേഷൻ, ഗവൺമെൻറ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സപ്പോർട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ചില കമ്പനീസ് ചില പ്രോഡക്റ്റ് ഒന്നും കൂടിയും ഡൊമസ്റ്റിക്കലായിട്ട് വയബിലിറ്റി വരുന്നതിനും ആൾക്കാർക്ക് കുറച്ചും കൂടിയും അത് യൂസ് ചെയ്യാനായിട്ട് അറിയുന്നതിനെ ബേസ് ചെയ്തിട്ടും, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ അതിൻ്റെ സ്കോപ്പുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് തരുന്ന പോളിസീസിൽ വരുത്തുന്ന മാറ്റങ്ങൾ, റെഗുലേഷൻസിൽ വരുത്തുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഓവർസീസ് മാർക്കറ്റ്, ഗ്രോത്ത് ഓഫ് ഓവർസീസ് മാർക്കറ്റ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി സ്ട്രോങ് അട്രാക്ഷൻ ഫോർ കമ്പനീസ് ടു എൻറ്റർ ഇൻ ടു ഫോറിൻ മാർക്കറ്റ്സ്. പല കമ്പനീസിനെയും അട്രാക്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സിന് വേണ്ടിയിട്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരവരുടെ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺട്രീസും ഇന്ന് ദേ ആർ അട്രാക്റ്റിംഗ്. ഓക്കെ, ആൻഡ് ദെൻ growth rate of India has also been good and the liberalization seems to have accelerated the growth. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ഗ്രോത്ത് റേറ്റ്, അതേപോലെ ലിബറലൈസേഷൻ വന്നോട് കൂടിയിട്ട് പല മാറ്റങ്ങളും നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. ഓക്കെ, നമുക്ക് പുതിയ പുതിയ ചാൻസസ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ സൂര്യറൈ പോറ്റർ എന്ന് പറയുന്ന തമിഴ് ഫിലിം റീസെൻ്റ്ലി സൂര്യയുടെ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? ദാറ്റ് ഈസ് വെരി ലോ കോസ്റ്റ്. ചെറിയ ഒരു നിസ്സാര പൈസയ്ക്ക് ഫ്ലൈറ്റിൽ കയറാൻ ആൾക്കാർക്കൊരു മോഹം തോന്നിയാൽ അത് നടത്തിക്കൂടെ എന്നുള്ളതാണ്, അല്ലേ? ഇന്ന് നമുക്കറിയാം AC എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവല്ല, എസെൻഷ്യൽ ഗുഡായിട്ട് മാറിയിട്ടുള്ളത്, അല്ലേ? പണ്ട് കാലത്ത് ഒരു വീട്ടിൽ AC വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? ഭയങ്കര കാശുകാരാണ് കേട്ടോ, ദേ ആർ വെരി റിച്ച് പീപ്പിൾ. അവരുടെ വീട്ടിൽ AC ഉണ്ട്, അവരുടെ വീട്ടിൽ TV ഉണ്ട്, അവരുടെ വീട്ടിൽ VCR ഉണ്ട്, അല്ലേ? ദിസ് ഈസ് വാട്ട് വി ഹിയർ. Those people are very rich. They have luxurious goods like this. ഇന്ന് ടെക്നോളജി വളർന്നോട് കൂടിയിട്ട് എല്ലാ സാധനങ്ങളുടെയും വില കുറഞ്ഞു കഴിഞ്ഞു. ഏതില്ലാത്തവൻ്റെ വീട്ടിലായാലും അടിപൊളി LED TV കാണാം, സൗണ്ട് ബാറുകളുണ്ടായിരിക്കും. കാരണം യങ്സ്റ്റേഴ്സിന് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, സൗണ്ട് ബാറുകൾ അവർ വെച്ചിട്ട് പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. 2-3 മുറികൾ കമ്പൈൻ ചെയ്തിട്ട് AC വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അതൊക്കെ എസെൻഷ്യലായിട്ട് മാറിക്കഴിഞ്ഞു. ദാറ്റ് ആർ നോ മോർ ഇൻ ദി ചാർട്ട് ഓഫ് ലക്ഷറിയസ് ഐറ്റംസ്. നൗ ദേ ഫൈൻഡ് ദെയർ പ്ലേസ് ഇൻ എവിടെ? എസെൻഷ്യൽ ഗുഡ്സിലാണ് അതൊക്കെ മാറിയിട്ടുള്ളത്. കാരണം ഇന്ന് ആൾക്കാർക്ക് അത്രയധികം ക്ലൈമറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞു, ചൂട് സഹിക്കാൻ പറ്റണില്ല. നമ്മളെല്ലാവരും ഫാനും കാര്യങ്ങളൊക്കെ മാറ്റി പതുക്കെ AC-യിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത മാർഗം, AC ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? കറണ്ട് ബില്ലാണ്. അപ്പോൾ AC-യുടെ ടെമ്പറേച്ചർ മോർ ദാൻ 27 മോർ ദാൻ 27 വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ചാർജസേ നമുക്ക് വരുള്ളൂ. ആൻഡ് വൺ മോർ ചാൻസ് ഇസ് ദെയർ, നമുക്ക് ഒരു സോളാറും കൂടി പിടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാസം 100 രൂപയോ 150 രൂപയിൽ താഴെയോ മാത്രമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിരവധി ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും
പല മാറ്റങ്ങളും വന്നതുകൊണ്ട് പല സാധനങ്ങൾക്കും ഇന്ന് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനുള്ള പോസിബിലിറ്റീസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് റെഡ്യൂസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഡയറക്റ്റ് കോസ്റ്റാണ്, ലേബർ കോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ലേബർ കോസ്റ്റ് ഏറ്റവും കുറവുള്ള ഡെവലപ്പിംഗ് കൺട്രീസോ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഫോക്കസ് ചെയ്യുന്ന പല ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ദാറ്റ് ഈസ് ഒട്ടും തന്നെ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത രാജ്യങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഒരു പരിധി വരയ്ക്കും ദേ ക്യാൻ കട്ട് ഡൗൺ ദെയർ കോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, and then is increased productivity. Fifth point is increased productivity. എവിടെയാണോ നമ്മുടെ ദാറ്റ് ഈസ് ഒരു മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, we are able to feed the domestic market as well as we are capable to feed the international markets also. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയിൽ വരുന്നത്. ആൻഡ് ദെൻ ഇസ് റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി. സോ വെൻ യു കമ്പയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് international markets will give you more profits. നമ്മൾ കമ്പയർ ചെയ്യണം, കാരണം എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോൾ തന്നെ അതിൽ മാറ്റം വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രീസ് എന്ന് ഫോക്കസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് ദെൻ ഇസ് ഡൈവേഴ്സിഫിക്കേഷൻ ടു റെഡ്യൂസ് ബിസിനസ് റിസ്ക്. ഒന്നിലധികം ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന നഷ്ടം ചിലപ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൽ മറ്റ് പല രാജ്യങ്ങളിൽ ഈ നഷ്ടം നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കും? ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ആയിരിക്കും. സോ ടു go on in a balancing method, അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൊമസ്റ്റിക് മാർക്കറ്റിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ 8th point is control inflation and price rise. നമുക്കൊരു പരിധി വരയ്ക്കും ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്ക് അതിന് പ്രൈസ് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. ഒരു നോർമൽ പ്രൈസിന് അവൈലബിലിറ്റിയാണ്. ദാറ്റ് ഈസ് ഇഫ് യു സീ ദ ഗുഡ്സ്, ദാറ്റ് ഈസ് LED TV-കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലഘട്ടം എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരു 2010 ശേഷമാണ് LED TV-കൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. ആ സമയത്ത് 40 inches TV-ക്ക് ഓൾമോസ്റ്റ് ഇറ്റ് കോസ്റ്റ് മോർ ദാൻ 60,000. 2010 ശേഷം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് LED TV-കൾ. ഇന്ന് എല്ലാവരുടെ വീടുകളിലും LED TV ഉണ്ട് അല്ലേ? നമ്മൾ 60,000 കൊടുത്തിട്ടാണോ മേടിച്ചിട്ടുള്ളത്? നോ, ദ കോസ്റ്റ് ഹാസ് കം ഡൗൺ. ഇന്ന് 60 inches എബവ് ഉള്ള TVസിന് 54,000, 55,000, 60,000 താഴെ വരുന്നുള്ളൂ. സീ ദ ഡിഫറൻസ്. 2010-ഉം 2020-ലും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കുക. ദ കോസ്റ്റ് ഹാസ് കം ഡൗൺ. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും പല ഗുഡ്സും ദാറ്റ് ഈസ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള വേ ഓപ്പൺ ചെയ്തോട് കൂടിയിട്ട് നല്ല ലെവലിൽ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ലാസ്റ്റ് പോയിൻറ്റ്, സ്ട്രാറ്റജിക് വിഷൻ. ദാറ്റ് ഈസ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ആഫ്റ്റർ 5 years where should be the business? After 10 years, after 15 years, after 20 years, where should we reach
എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവർ വിഷൻ. തുടങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? പക്ഷേ 10 കൊല്ലം 5 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടും അവിടെ തന്നെ തുടങ്ങിയോടത്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിച്ചു പൂട്ടിയിട്ട് പൊക്കൂടെ അല്ലേ? ദാറ്റ് ഈസ് നോട്ട് അവർ പ്ലാൻ, ദാറ്റ് ഈസ് നോട്ട് അവർ വിഷൻ. സോ വെൻ യു ബിഗിൻ in some point and you are going to reach internationally after number of years, that is your vision, that is your plan, that is your strategy, and that is what you are going to achieve എന്നുള്ളതാണ്. Okay, so I think now you are very clear for what all reasons we enter into international markets. Okay, hope you are very clear with that. Okay, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തൊക്കെയായിരുന്നു? ഒന്ന് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. എന്ത് പർപ്പസിനാണ്? നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി തന്നെയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഫിനാൻഷ്യലി നമുക്കിതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഈസ് നമുക്ക് എന്താണ് വരുന്നത്? നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുകയാണ്. ബിസിനസ് എൻട്രി സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഒരു കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് സീൻ ഇൻ ഡീറ്റെയിൽ. എന്നിട്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.